ഫോണിൽ വിളിച്ചിട്ട് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ കാര്യങ്ങളൊക്കെ തന്നെ, അതായത് സെറ്റിൽ ചെയ്യാം ഈ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു ഔട്ട് ഓഫ് സെറ്റിൽമെൻറ്റ് ഇത്ര രൂപ 2 കോടി രൂപ കൂടെ 2 കോടി രൂപ എന്നൊക്കെ പിന്നാണ് പറയുന്നത്. അവർ സെറ്റിൽമെൻറ്റിനാണ് വില്ലിങ് ആണോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. 4-5 വട്ടം ഞാൻ മീറ്റ് ചെയ്തു ആളെ. ഒരു 1.5 മാസത്തിനകത്ത് നടന്ന സംഭവങ്ങളാണിത്, ഒരു ദിവസം കൊണ്ട് വന്നതല്ല. ഈ 1.5 മാസത്തിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ പുറകെ നടന്ന് ഞാനൊരു 5-6 വട്ടം തൂത്തുക്കുടിയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. നിരന്തരമായൊരു ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതെ 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 കൃത്യം ഒരു 1.5 മാസത്തിന് അത്രത്തോളം അത്രയും അത് ഇത്രയും പറയേണ്ടത് ഈ ഒരു ഇത്രയും കൃത്യമായിട്ട് എത്തിച്ചത് വിജിലൻസിൻ്റെ ആ ഒരു അവർ പ്ലാൻ ചെയ്ത അവർ കൃത്യമായിട്ടുള്ള ഇതിൻ്റെ അകത്തോടെ അല്ലെ നമ്മൾ ED ഉദ്യോഗസ്ഥർക്ക് ഇതിന് പങ്കുണ്ടെന്ന് താങ്കൾക്ക് എപ്പോഴാണ് തോന്നിയത്? ഇവൻ പറഞ്ഞ ഹിന്റുകളല്ല, അതായത് എനിക്ക് മെയിൽ വരുന്നത് ഈ പറഞ്ഞ ആൾ വിളിക്കുമെന്ന് പറഞ്ഞത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെറ്റിൽമെൻറ്റിന് ഒരുങ്ങി എന്ന് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഇവരെന്നെ വിളിച്ചിട്ടേ ഇല്ല. സാധാരണ നമുക്കൊരു സമൻസ് വന്നിട്ട് ഒരു സമൻസ് വന്നപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എനിക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മെയിലിട്ടായിരുന്നു. ആ മെയിലിട്ട സമയം തൊട്ട് അവരെന്തുകൊണ്ട് വന്നില്ല വന്നേ പറ്റൂ കണ്ടിന്യൂസ് തന്നെ വിളിച്ച് അത്രത്തോളം വിളിച്ച് പ്രശ്നം ഇതുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞ നമ്മുടെ ഒരു സെറ്റിൽമെൻറ്റിന് വില്ലിങ് ഞാൻ അറിഞ്ഞതിന് ശേഷം പിന്നെ ഇവരുടെ വിളിയേ വന്നിട്ടില്ല. ഇപ്പം വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൽ 1-ാം പ്രതിയെ ചേർത്തിരുന്ന ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെയാണ്. അദ്ദേഹവുമായി നേരിട്ട് കോൺടാക്ട് ആയിരുന്നു? ഇല്ലില്ല, നേരിട്ട് കോൺടാക്ട് ഇല്ല. അദ്ദേഹത്തിൻ്റെ പേര് ഇവർ പറഞ്ഞിരുന്നു? ആര്? പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞത്? ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ട ആൾ ശേഖറാണ്. ഇപ്പോൾ ലാസ്റ്റ് ഈ ട്രാപ്പ് നടക്കുന്ന ആ സമയത്ത് ഇവൻ എന്നോട് പറയുന്നതെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുത്ത് 2 ലക്ഷം രൂപ അവൻ്റെ കൈ കൊടുത്ത് പോയി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് അപ്പം 4:30 വൈകിട്ടായി. 5 മണിയാകുമ്പോഴത്തേന് നേരെ പോയി ശേഖരനെ പോയി കണ്ടോളാനാണ് പറഞ്ഞത്. എവിടെ വെച്ച് കാണാൻ? ED ഓഫീസിനകത്ത് ഒഫീഷ്യലി പോയി കാണാനാണ് പറഞ്ഞത്. ഇതിൽ ഈ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെയാണ്? അവർ നേരിട്ട് ഇങ്ങനെ കൈക്കൂലി എന്തെങ്കിലും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്? ഇല്ല അവർ നമ്മളെ മാക്സിമം ഈ ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഒരു കുറ്റവാളിയോട് നമ്മൾ എങ്ങനെയാണ് അവിടെ പെരുമാറുന്നത് അതിൻ്റെ ഒരു വേറൊരു ലെവലാണ്. ഇവർ നമ്മളെ അടിക്കുന്നില്ലെന്നേ ഉള്ളൂ, അതുപോലെ നമ്മളെ ത്രെട്ടൺ ചെയ്ത് സംസാരിക്കുന്നു.